കേരളക്കരയിലാകെ കൊട്ടിക്കയറുകയാണ് കൊട്ടിക്കലാശം. 7 ജില്ലകളിലാണ് കൊട്ടിക്കലാശം. ആദ്യഘട്ടത്തിൽ പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. നമ്മൾ തലസ്ഥാന ജില്ലയുടെ വിശേഷങ്ങളാണ് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് MS വീണയും ദിസ്ന സുരേഷും. ആദ്യം വീണയിലേക്ക്. വീണ, നേരത്തെ തന്നെ കൊട്ടിക്കലാശത്തിന്റെ ആ ആവേശപ്പോരൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇരുവരും. എന്തായാലും ഇപ്പോൾ അവിടെ നിന്നും നൽകാൻ കഴിയുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? രോഹിണി, തലസ്ഥാനം അങ്ങനെ തദ്ദേശ പോരിന്റെ ആവേശത്തിലേക്ക് നിമിഷങ്ങൾ കഴിയുന്തോറും കൊട്ടിക്കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഞങ്ങളോടൊപ്പമുള്ളത് 2 സ്ഥാനാർത്ഥികളാണ്. 2 സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ശാസ്തമംഗലത്തെ സ്ഥാനാർത്ഥി ശ്രീലേഖയും അതുപോലെ തന്നെ കവടിയാർ സ്ഥാനാർത്ഥി മധുസൂദനനുമാണ്. മധുസൂദനെ സംബന്ധിച്ചിടത്തോളം ശാസ്തമംഗലത്തിലെ മുൻ കൗൺസിലർ ആയിരുന്നു. അപ്പോൾ ഒരു വാഹനത്തിലാണ് ഇവർ 2 പേരും ഇപ്പോൾ അവസാനവട്ട പ്രചരണം നടത്തുന്നത്. അവസാനവട്ടത്തെ സ്ഥാനാർത്ഥികളെ കാണുന്നതിൻ്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ ശ്രീലേഖയിൽ നിന്ന് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇപ്പോൾ അവർ 2 പേരും ഒരുമിച്ച് നിൽക്കുകയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ഒരു തിരഞ്ഞെടുപ്പിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതരമായിട്ടുള്ള കാഴ്ചയും ഇത് തന്നെയാണ്. രോഹിണി, നമുക്ക് എന്തായാലും ഇവരുടെ പ്രതികരണങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. എങ്ങനെയാണ് അവസാന നിമിഷത്തെ പ്രചരണം? 2 സ്ഥാനാർത്ഥികൾ ഒരുമിച്ച്. അതെ, നമ്മൾ രണ്ടും ഒന്നാണല്ലോ. ഒരു പ്രസ്ഥാനത്തിൻ്റെ 2 സ്ഥാനാർത്ഥികളാണ്. നമ്മൾ 2 പേരും വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള യാതൊരു സംശയമില്ല. ശ്രീലേഖ മാഡം വിജയിച്ചു, ഒപ്പം ഞാനും വിജയിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനമായ BJPയുടെ ഒരു മേയർ തിരുവനന്തപുരത്ത് അധികാരത്തിൽ വരുമെന്നുള്ളതിൻ്റെ നല്ലൊരു മുഹൂർത്തമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ ജനങ്ങളും ആവേശത്തിലാണ്. 9-ാം തീയതി BJPയുടെ താമര അടയാളത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാർ കാത്തിരിക്കുകയാണ്. 13-ാം തീയതി റിസൾട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരസഭയിൽ 55-നും 65-നും ഇടയ്ക്കുള്ള കൗൺസിലർമാർ താമര അടയാളത്തിൽ വിജയിച്ച് വരുമെന്നുള്ള ശുഭപ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്, പൊതുസമൂഹത്തിനുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കവടിയാറിന്റെ പൾസ് എങ്ങനെയാണ്? കവടിയാർ വളരെ നല്ല പൾസാണ്. ആൾക്കാരെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മധുസൂദനൻ നായരുടെ വിജയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു സംശയമില്ല, ജയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത്ര നല്ല ശുഭപ്രതീക്ഷയാണ്. ഭരണ തുടർച്ചയാണ് നമ്മൾ ശാസ്തമംഗലത്തും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഭരണ തുടർച്ചയാണ്. കാരണം 2020-ൽ CPM നിന്ന് പിടിച്ചെടുത്ത ശാസ്തമംഗലം വാർഡ്, അതിൻ്റെ ഞാൻ കൗൺസിലറായ ശ്രീലേഖ മാഡത്തിന് അതിൻ്റെ ബാറ്റൺ കൈമാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ബാറ്റൺ വിജയപഥത്തിൽ എത്തിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. നല്ലൊരു കൗൺസിലറെ നമ്മുടെ ശാസ്തമംഗലം വാർഡിൽ തുടർച്ചയായിട്ട് കിട്ടാൻ പോവുകയാണ്. അതുപോലെ തന്നെ 2 സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് മുൻ കൗൺസിലർക്കൊപ്പമാണ് നിലവിലെ ഈ ഒരു വാർഡിന്റെ ചുമതല ഏൽക്കാൻ പോകുന്ന മാഡം ഒരുമിച്ച് നിൽക്കുന്നത്. എന്ത് തോന്നുന്നു? ഒരുമിച്ച് ഇങ്ങനെ ഒരു കൗതുക കാഴ്ചയാണല്ലോ വോട്ടർമാർക്ക്. എല്ലാവരും നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം മുതലേ ഒരുമിച്ച് തന്നെയായിരുന്നു. എൻ്റെ ഇതുപോലെയുള്ള നേരത്തെയുള്ള വാഹന പ്രചരണ ജാഥയിൽ അദ്ദേഹം കൂടെ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ വാഹന പ്രചരണ ജാഥയിൽ ഞാനും ഒപ്പം ഉണ്ടായിരുന്നു. വീട് സന്ദർശനത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുറേ സമയം. ഞങ്ങൾ ഒന്നിച്ച് തന്നെയായിരുന്നു മിക്കവാറും എല്ലാ സമയവും. ഇദ്ദേഹത്തിന് ശാസ്തമംഗലത്ത് നല്ല പരിചിത മേഖലയായതുകൊണ്ട് കുറേ വീടുകളിൽ എന്നോടൊപ്പം വന്നു. അതുപോലെ കവടിയാർ എൻ്റെ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി അവരുടെ ഇടയിൽ പ്രചാരണം നടത്തി. അങ്ങനെ ഞങ്ങൾ അടുത്തടുത്ത വാർഡുകളായതുകൊണ്ട് ഒരുമിച്ചാണ് ജയിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് രോഹിണി. എന്നോടൊപ്പം ദിസ്ന കൂടിയുണ്ട്. ദിസ്ന, 2 സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് ഒരു വാഹനത്തിൽ പ്രചരണം നടത്തുകയാണ്. ഒരു കൗതുക കാഴ്ചയാണ്. എന്ത് തോന്നുന്നു ഈ ഒരു കൗതുക കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമ്പോൾ? തീർച്ചയായും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 സ്ഥാനാർത്ഥികളും ഒരു വാഹനത്തിൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വികസനാനന്ദപുരി എന്ന് തന്നെയാണ്. ഈ വികസനാനന്ദപുരിക്ക് വേണ്ടിയുള്ള യാത്രയിലാണ് അവർ ഒരുമിച്ചത്. അത്തരത്തിലൊരു പ്രചാരണം നടക്കുന്നത്. നമുക്കറിയാം, ഇവിടെയൊക്കെ പോകുമ്പോഴും അതായത് സാധാരണക്കാരായ നിരവധി ആളുകളാണ് ഇവരെ ആശ്ലേഷിക്കാൻ പുറത്തിറങ്ങി നിൽക്കുന്നത് എന്ന് തന്നെയാണ്. അപ്പോൾ BJPക്ക് വലിയ രീതിയിലുള്ളൊരു പിന്തുണ തിരുവനന്തപുരത്ത് ലഭിച്ചു എന്ന് തന്നെയാണ്. എത്രയൊക്കെ രീതിയിൽ മറ്റു വികസനങ്ങൾ ചെയ്തു എന്ന് LDFും UDFും അടക്കം പറയുമ്പോൾ വികസനത്തിന് വേണ്ടി BJP വരണം എന്നത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. സാധാരണക്കാരായ ആളുകൾക്ക് മുന്നിലുള്ള വിഷയങ്ങൾ നേരത്തെ ശ്രീലേഖ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും തെരുവുനായയുടെ വിഷയം നമുക്കറിയാം. എത്ര പേരാണ് ഈ തെരുവുനായ കടിച്ചതുകൊണ്ട് മരിച്ചത് എന്ന് മാത്രമല്ല, ഈ തിരുവനന്തപുരം നഗരത്തിലെ കോർപ്പറേഷൻ പരിധിയിൽ തന്നെ എത്ര തെരുവുനായികൾ കൊണ്ട് ആക്രമണം ഉണ്ടായ ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടതാണ്. അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അതിനൊക്കെ തന്നെയും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവും എന്ന് തന്നെയാണ് 2 സ്ഥാനാർത്ഥികളും പറയുന്നത്. വീണ, അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ആര്യ രാജേന്ദ്രന്റെ ഒരു ഇല്ലായ്മയാണ്. അവരെവിടെ എന്നൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിലുടനീളം ഉയരുന്നു എന്നത് തന്നെയാണ്. അപ്പം ഇത്ര നാളും നടത്തിയ ആ ഒരു ഭരണത്തിൽ ജനങ്ങൾക്ക് എന്ത് ലഭിച്ചു എന്നതിനുള്ളൊരു ഉത്തരം തന്നെയാണ് ആര്യ രാജേന്ദ്രനെ പാർട്ടി ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് പ്രധാനമായും ഒഴിവാക്കിയത് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ, തീർച്ചയായും ദിസ്ന പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം മുൻ മേയർ ഇല്ലാതെ എങ്ങനെയാണ് ഒരു CPM പാർട്ടിക്ക് ഇതുപോലെ ഒരു തങ്ങളുടെ ഭരണ മികവ് ഏറ്റുപറയുവാനും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വീമ്പ് പറച്ചിലൊക്കെ പറയുമ്പോൾ മുൻ നിരയിൽ നിർത്തേണ്ടത് മുൻ മേയറെയാണ്. പക്ഷേ ആ മേയർ എവിടെയെന്നുള്ള ചോദ്യമാണ്. തലസ്ഥാനത്തെ ഒരു വാർഡുകളിലും മേയറെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അവസാന ദിവസം പോലും സജീവമായി നിൽക്കേണ്ട
എത്തേണ്ടതാണ്. പക്ഷേ മേയർ തഴഞ്ഞു. മേയർക്ക് എന്ത് പറ്റി എന്നുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും സജീവമാണ്. നേരത്തെ ദിസ്ന സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രോഹിണി, വലിയ തരത്തിൽ നമുക്ക് ജനങ്ങളിൽ നിന്ന് വലിയ തരത്തിലുള്ള BJP-യോടുള്ള സ്നേഹം, ഒപ്പം തന്നെ BJP-യോട് കാണിക്കുന്ന ഒരു പരിഗണനയും ഒക്കെ നമുക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കാണാൻ സാധിക്കുന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് നമുക്ക് ഈ 2 വാർഡുകളിലെയും, അതായത് ശാസ്തമംഗലം വാർഡിലെയും ഒപ്പം തന്നെ കവടിയാർ വാർഡിലെയും പൾസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ ആവേശ കാഴ്ച തന്നെയാണ് വീണയും ദിസ്നയും പങ്കുവച്ചത്. കവടിയാർ വാർഡിലെയും ശാസ്തമംഗലം വാർഡിലെയും സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് അങ്ങനെ യാത്ര ചെയ്യുന്നു കലാശക്കൊട്ടിലേക്ക്. ഒരാൾ നേരത്തെ ശാസ്തമംഗലം വാർഡ് കൗൺസിലറായിരുന്ന മധുസൂദനൻ നായർ, ഇപ്പോൾ ശാസ്തമംഗലം വാർഡ് കൗൺസിലറായി മത്സരിക്കുന്ന ആർ ശ്രീലേഖ IPS. അങ്ങനെയാണ് അവരുടെ രണ്ടുപേരുടെയും യാത്ര. കുട്ടിക്കലാശം, കേരളക്കരയാകെ കുട്ടിക്കലാശം ഇങ്ങനെ അലയടിച്ച് ഉയരുകയാണ്. അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ എല്ലാ മുന്നണികളും വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. നിലവിൽ ഉള്ള പ്രശ്നങ്ങൾ എടുത്തുകാട്ടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഓരോ മുന്നണിയും മത്സര രംഗത്തേക്ക് സജീവമാകുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് തലസ്ഥാനത്ത് നിന്നുള്ള ആവേശ കാഴ്ചയായിരുന്നു. 2 സ്ഥാനാർത്ഥികൾ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആവേശകരമായ കാഴ്ച. നമ്മൾ അതിലേക്ക് തന്നെ വീണ്ടും പോകുകയാണ്. നമുക്ക് മറ്റിടങ്ങളുടെ വിശേഷങ്ങൾ കൂടി എത്തിച്ചേരേണ്ടതുണ്ട്. അതിനു മുൻപ് നമുക്ക് ആ യാത്രയുടെ വിവരങ്ങൾ കൂടി തേടാം. ദിസ്ന, വീണ, എന്തായാലും ആർ ശ്രീലേഖയും മധുസൂദനൻ നായരും ഒരുമിച്ച് ഒരു വണ്ടിയിൽ കൊട്ടിക്കലാശത്തിനുള്ള യാത്ര എങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം? കാരണം അവർക്ക് സുപരിചിതരാണ് രണ്ടുപേരും. ഒരാൾ നേരത്തെ ശാസ്തമംഗലം വാർഡ് കൗൺസിലറായിരുന്നു. ആർ ശ്രീലേഖയെ തിരുവനന്തപുരത്ത് നിന്നല്ല അറിഞ്ഞുകൂടാത്ത മലയാളികൾ ആരുമില്ല. അത് വലിയൊരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു മുഖം തന്നെയാണ്. അതുകൊണ്ട് ജനങ്ങൾ എങ്ങനെയാണ് അവരെ സ്വീകരിക്കുന്നത്, അവർ കടന്നു പോകുന്ന വഴികളിലൂടെയൊക്കെയുള്ള ഒരു ആവേശം കൂടി നമ്മളിലേക്ക്. നമ്മൾ ആ കൊട്ടിക്കലാശത്തിൻ്റെ ദൃശ്യങ്ങളാണ് 3 വിൻഡോകളിലായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേയുള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിന്. നമുക്ക് ശാലിനിയിലേക്ക് പോകാം. ശാലിനി കൂടി ചേരുന്നുണ്ട്. ശാലിനി, പറയൂ, തലസ്ഥാനത്തെ കൊട്ടിക്കലാശം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? രോഹിണി, സെഞ്ചുറിയിൽ നിന്ന് നഗരസഭയുടെ വാർഡുകൾ 101 വാർഡുകളായുള്ള ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ വാർഡ് വിഭജനമൊക്കെ കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം അത് വളരെ ആവേശത്തോടു കൂടിയാണ് 3 മുന്നണികളും കാണുന്നത്. അവരുടെ ശക്തി പ്രകടനത്തിനുള്ള അവസാന നിമിഷം, അവസാന വേദിയാണ് ഇന്ന് കലാശക്കൊട്ടിൻ്റെ ഈ ദിവസം. 6 മണി വരെയാണ് ഈ ശബ്ദ കൊണ്ടുള്ള പ്രചരണങ്ങൾക്കും ഒപ്പം തന്നെ അനൗൺസ്മെന്റുകൾക്കും ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിട്ടുള്ളത്. ഇന്നിപ്പോൾ 6 മണിയോടുകൂടി കലാശക്കൊട്ടോടുകൂടി അവരുടെ ശബ്ദവും ഒക്കെയുള്ള വലിയ രീതിയിലുള്ള പ്രചരണം അവസാനിക്കുകയാണ്. നാളെ ഇനി നിശബ്ദ പ്രചരണത്തിലേക്ക് പാർട്ടികൾ കടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കൊടുങ്ങാനൂർ വാർഡിൽ നിന്നുള്ളതാണ്. കൊടുങ്ങാനൂരിൽ ഇത്തവണ മത്സരിക്കുന്നത് BJP-യുടെ ശക്തനായ നേതാവ്, മുൻ കൗൺസിലർ, ഒപ്പം തന്നെ മുൻ BJP-യുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള VV രാജേഷാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാഹന പര്യടനത്തിൻ്റെ കലാശക്കൊട്ടിന് തൊട്ടു മുൻപിലായുള്ള ആ വാഹന പ്രചരണ ജാഥ വാർഡിൻ്റെ, കൊടുങ്ങാനൂർ വാർഡിൻ്റെ ഓരോ മുക്കിലും മൂലയിലൂടെയും കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ആദ്യ സമയത്ത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചിരുന്നത് സ്ത്രീകളെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ വാഹന പ്രചരണം, ഇരുചക്ര വാഹന പ്രചരണത്തിൻ്റെ ഏകദേശം പകുതി ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ, 80ഉം 90ഉം പിന്നിട്ട ആളുകൾ വരെ VV രാജേഷിനായി വോട്ടഭ്യർത്ഥിക്കാൻ, VV രാജേഷിൻ്റെ വിജയത്തിനായി ഈ പര്യടനത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. കാരണം VV രാജേഷിൻ്റെ ചിത്രങ്ങൾ പതിച്ചിട്ടുള്ള ടീഷർട്ടുകൾ ഇട്ടുകൊണ്ട്, കയ്യിൽ BJP-യുടെ പതാക ഏന്തിക്കൊണ്ട് കാവി നിറം കൊടുങ്ങാനൂർ വാർഡിൽ വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വാഹന പര്യടന ജാഥ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 6 മണിയോടുകൂടി ഈ വാഹന പര്യടന ജാഥകളെല്ലാം തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള, കൊടുങ്ങാനൂർ വാർഡിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വാഹന
പര്യടന ജാഥകൾ, ഒപ്പം തന്നെ സ്ഥാനാർത്ഥി അടക്കമുള്ളവർ കൊടുങ്ങാനൂർ ജംഗ്ഷനിൽ സംഗമിക്കും. അവിടെയാണ് ശക്തി പ്രകടനം ഏറ്റവും മുതഞ്ഞ അവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൈകളിൽ താമരയേന്തിയൊക്കെയാണ് ഈ പ്രവർത്തകർ പ്രചരണത്തിന്റെ ഭാഗമാകുന്നത്. കഴിഞ്ഞ 30 ദിവസം നീണ്ടുനിന്ന പ്രചരണങ്ങൾ, വീട് കയറിയുള്ള പ്രചരണങ്ങൾ, ഗൃഹസമ്പർക്കം, കീ വോട്ടേഴ്സിനെ കണ്ടുകൊണ്ടുള്ള പ്രചരണം, അങ്ങനെ വിവിധ രീതിയിലുള്ള പ്രചരണങ്ങൾ, ഒപ്പം തന്നെ LED വാളുകൾ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, ആളുകളിലേക്ക് എത്തിച്ച പദ്ധതികൾ, ഒപ്പം തന്നെ അവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന സഹായങ്ങൾ, അങ്ങനെ എല്ലാം ജനങ്ങളിലേക്ക് അറിയിക്കുകയാണ്. ഒപ്പം തന്നെ വിവിധ പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം തന്നെ സമൂഹത്തിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള വിഷയങ്ങൾ, കൂടാതെ തന്നെ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച അടക്കമുള്ള വിഷയങ്ങൾ പ്രാദേശിക തലത്തിൽ പോലും ചർച്ച ചെയ്യുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പായി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടിയിരിക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് കഴിഞ്ഞ 30 ദിവസങ്ങളായി നടന്നത്. തലസ്ഥാനത്തെ 101 വാർഡുകൾ, പ്രത്യേകിച്ച് നഗരസഭയുടെ 101 വാർഡുകൾ പിടിക്കാനായി തന്നെയാണ് BJP ഇത്തവണ പ്രചരണം ശക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 35 വാർഡുകളായിരുന്നു പിടിച്ചതെങ്കിൽ ഇത്തവണ 60-ന് മുകളിലേക്ക് വാർഡുകൾ കൈപ്പിടിയിൽ ഒതുക്കുമെന്ന പ്രഖ്യാപനമാണ് ഓരോ വോട്ടർമാരും കൊടുങ്ങാനൂരിൽ നിന്ന് നമ്മളോട് പങ്കുവെക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പ്രചരണം അതിൻ്റെ അതെ, തീർച്ചയായും ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് പ്രചാരണം എത്തുന്നു. ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിലേക്ക് നീങ്ങുന്നു. അതുമാത്രമല്ല ശാലിനി, തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പോരാട്ടം തന്നെ ആയിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. UDFും LDFും എന്ത് ചെയ്തു എന്നുള്ള BJPയുടെ ചോദ്യത്തിന് അവർക്ക് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയുന്നില്ല. വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സാധാരണക്കാരായ ജനങ്ങൾ നേരിടുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ വിഷയവും ഒക്കെ വലിയ ചർച്ചകളായി ഉയരുമ്പോൾ ജനങ്ങൾ ആരെ തള്ളും ആരെ കൊള്ളും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ടത് തന്നെയാണ്. എന്തായാലും ഒരു വലിയ വിജയ പ്രതീക്ഷ BJP വച്ചു പുലർത്തുന്നുണ്ട്. ഇരു മുന്നണികളെയും തോൽപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ BJP വച്ചു പുലർത്തുന്നു. ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള CPM-നെതിരെ ആയുധമാക്കുന്നു UDF, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം UDF-നെതിരെ ആയുധമാക്കുന്നു LDF. ഇങ്ങനെ അവർ പരസ്പരം പോരടിക്കുമ്പോൾ വികസനം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലൂന്നിക്കൊണ്ട് BJP മുന്നേറുന്ന കാഴ്ച കൂടിയല്ലേ കാണാൻ സാധിക്കുന്നത്. അത് ജനങ്ങൾ ആവേശത്തോടെ ഏറ്റെടുക്കുന്ന കാഴ്ചയും. തീർച്ചയായും രോഹിണി, അതുതന്നെയാണ്. കാരണം ഇടത് വലത് മുന്നണികൾ വലിയ രീതിയിൽ പ്രതിരോധത്തിലും പ്രതിസന്ധിയിലുമായി നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് മോദി സർക്കാർ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, ഒപ്പം തന്നെ കേരളത്തിലും പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭയ്ക്ക് അടക്കം 1000 കോടിയിലധികം രൂപ കേന്ദ്ര സർക്കാർ സഹായം നൽകി. ആ നൽകിയ സഹായ തുക പലതും ഉപയോഗിക്കാതെ പാഴാക്കിയ ഇടത് ഭരണസമിതിക്കെതിരെയുള്ള വിമർശനം ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അതിനിടയിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം തിരുവനന്തപുരം മുതൽ ഒപ്പം തന്നെ എറണാകുളം വരെയുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിലേറ്റവും ശ്രദ്ധയോടുകൂടി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് തലസ്ഥാനത്തേക്കാണ്. പ്രത്യേകിച്ച് തലസ്ഥാനം പിടിച്ചാൽ നിയമസഭയിലേക്ക് അക്കൗണ്ടുകൾ തുറക്കാനാകുമെന്നുള്ളൊരു വിജയം അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ ഓരോ മുന്നണികളും പങ്കുവെക്കുന്നുണ്ട്. ആ പങ്കുവെക്കുന്ന പ്രതീക്ഷകളിൽ ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നത് BJP തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കാല നിയമസഭാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പായിക്കോട്ടെ BJP ഏറ്റെടുത്തിട്ടുള്ള മുന്നേറ്റം അത് വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചതാണെങ്കിലും വികസന പദ്ധതികൾ ഓരോ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിലായാലുമൊക്കെ BJP എടുത്തിട്ടുള്ള ആ ഒരു പ്രവർത്തന ശൈലി അത് മാതൃകയാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു തുടർച്ച വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഓരോ മണ്ഡലങ്ങളിലും ഓരോ വാർഡുകളിലും സ്ഥാനാർത്ഥികൾ പ്രചരണത്തിന് ഇറങ്ങുന്നത്. അതായത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊടുങ്ങാനൂരിലെയാണ്. കൊടുങ്ങാനൂരിൽ നിലവിൽ BJPയുടെ കൗൺസിലറാണ് പത്മയായിരുന്നു ഉണ്ടായിരുന്നത്. ആ പത്മയുടെ കയ്യിൽ നിന്നും VV രാജേഷിലേക്ക് ആ വാർഡ് സുരക്ഷിതമായി തന്നെ വോട്ടർമാർ നൽകും എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ശാലിനി, എന്തായാലും ശാലിനി ആ ആവേശത്തോടൊപ്പം ചേരുക. നമുക്ക് വീണ്ടും ശാലിനിയിലേക്ക് എത്താം. നമുക്ക്